ഇനിയും നിങ്ങൾ ഈ ശീലങ്ങൾ മാറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെയും ടർബോ അടിച്ചു. കുറച്ചിടെയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഈ വണ്ടി ഓടിച്ച് ചെയ്യുമ്പോൾ 2000 RPM ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് വലി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും വണ്ടി കൊണ്ടായി കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു പറഞ്ഞു ക്ലച്ചിൻ്റെ പ്രശ്നമാണെന്നൊക്കെ. പക്ഷേ ക്ലച്ച് ഈ ഇടയ്ക്കായിരുന്നു നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ക്ലച്ച് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ടർബോ റിലേറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടർബോയുടെ തന്നെ ഫെയിലിയർ ആണ്. അവിടെ ഫുൾ സെറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു 70,000 80,000 കോസ്റ്റ് വന്നാലും പിന്നെ നമ്മൾ പുറത്ത് തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ഗരുഡ എന്ന് പറഞ്ഞ് ഈ കോതമംഗലത്തുള്ളൊരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ ചെന്നത്. അവിടെ പുതിയ ടർബോ തന്നെ ടെല്ലെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ടർബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. 27,000 രൂപ തൊട്ട് നമുക്ക് മൊത്തം കോസ്റ്റ് ചെയ്ത് ടർബോക്ക് മാത്രം. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്ന് കിങ്സ് എന്ന് പറഞ്ഞ് മൂവാറ്റുള്ള ഒരു വർക്ക്ഷോപ്പിൽ തന്നെ ചേഞ്ച് ചെയ്ത് തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ പവർ ഡെലിവറിയിലെല്ലാം. ഇന്നോവയുടെയൊക്കെ ടർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോകുന്നതായിരുന്നില്ല. ഇതാകെ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ സമയത്തൊന്നും ടർബോ ഒന്നും അങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ നമ്മൾ ടർബോ മാറ്റിയ സ്ഥിതിക്ക് അവരോട് ചോദിച്ചു ഇനി ഇത് പോകാണ്ടിരിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് ഇൻ്റർവെൽസിൽ ഓയിൽ ഫിൽറ്റർ, ഓയിൽ, എയർ ഫിൽറ്റർ എല്ലാം ചേഞ്ച് ചെയ്യുക. അതുപോലെ വണ്ടി രാവിലെ തന്നെ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ എടുത്തുകൊണ്ട് കൊണ്ടിരിക്കുക. ഒരു 1-2 മിനിറ്റ് വണ്ടി ഒന്ന് ഫുള്ള് ചൂടാവാനും ആ ഓയിൽ ഫുള്ളൊന്ന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ നോക്കുക. അതുപോലെ നല്ലൊരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒറ്റയടിക്കാൻ വണ്ടി ഓഫ് ചെയ്യാണ്ടിരിക്കുക. അതൊന്ന് ഫുള്ള് സെറ്റിലായി കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്യാൻ നോക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർബോ അത്രയും സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒറ്റയടിക്കൊണ്ടേ നിർത്തുന്നത്. അതൊക്കെ ടർബോയുടെ ഫെയിലിയർ ആവാൻ കാരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക്കായിട്ട് നോക്കാൻ പറഞ്ഞത്. നിങ്ങളും നിങ്ങളുടെ വണ്ടീനെ അതേപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാം.